ഹർത്താൽ നടത്തി, ബന്ദ് നടത്തി പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ കൃത്യമായ ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ട്. പൊതുമുതൽ നശീകരണത്തിനെതിരായ നിയമം, തടയുന്നതിനുള്ള നിയമം. ആ നിയമം കർശനമായി പ്രയോഗിച്ച ഒരു വിധിയാണ് ഇപ്പോഴുണ്ടായത്. പോപ്പുലർ ഫ്രണ്ട് SDPI നടത്തിയ ആഹ്വാനം ചെയ്തൊരു ഹർത്താൽ KSRTC ബസ്സുകളെ നശിപ്പിച്ചു. KSRTC ബസ്സുകൾക്കുണ്ടായ നാശം, അതിലെ മറ്റ് നഷ്ടങ്ങളെല്ലാം പരിഗണിച്ച് ഹർത്താൽ ആഹ്വാനം ചെയ്ത സംഘടന 2,43,00,000 രൂപ കൊടുക്കാനാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. KSRTC ആണെങ്കിൽ ആകെ പാപ്പര, എന്ത് കിട്ടിയാലും നല്ലതാണ്. KSRTCക്ക് പൈസ കിട്ടുന്നതിന് എനിക്ക് സന്തോഷവും. മാത്രമല്ല, KSRTC ബസ് നശിപ്പിച്ച നടപടി പൂർണ്ണമായും തെറ്റാണ്. ഒരു പൊതുമുതലും നശിപ്പിക്കാൻ പാടില്ല. പൊതുമുതൽ എല്ലാവരുടെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, രാഷ്ട്രീയ വിഷയത്തിലോ വർഗീയ വിഷയത്തിലോ മറ്റേതെങ്കിലും സാമൂഹ്യ വിഷയങ്ങളിലോ നിങ്ങൾ ഹർത്താൽ നടത്തി മുഴുവൻ പൊതുജനങ്ങൾക്കും അവകാശപ്പെട്ട സൗകര്യങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. പൊതുമുതൽ നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തീർച്ചയായും പൊതുമുതൽ നശീകരണത്തിനെതിരായ ഈ നിയമത്തിന്റെ നടപ്പാക്കലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് SDPI ആയതുകൊണ്ടോ പോപ്പുലർ ഫ്രണ്ട് ആയതുകൊണ്ടോ മാത്രമാണോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഒരുപക്ഷെ ചില പ്രത്യേക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിലുള്ള നിലയ്ക്ക് പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും പിഴ ചുമത്തിയതിനെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ, മറ്റ് നിരവധി സമരങ്ങൾ, ഹർത്താലുകൾ, ബന്ദുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. എന്തിനും നിയമസഭ തല്ലിപ്പൊളിച്ച കേസുണ്ടല്ലോ. നിയമസഭ തല്ലിപ്പൊളിച്ച കേസുണ്ടല്ലോ. ആ കേസ് ഇപ്പോൾ എവിടെ? ആ കേസ് പോയി നീട്ടി സർക്കാരും പോലീസും ഒക്കെ നീട്ടി എന്തൊക്കെയോ ആയി കിടക്കുന്നു, നമുക്കറിയില്ല. അതെല്ലാവരും കണ്ടതാണ് നിയമസഭ തല്ലിപ്പൊളിച്ചത്. അപ്പോൾ പൊതുമുതൽ നശിപ്പിക്കുന്നത് തെരുവിലായാലും നിയമസഭയിലായാലും വിദ്യാലയത്തിലായാലും അത് തെറ്റാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഉണ്ടാവണം. അത് പോപ്പുലർ ഫ്രണ്ട് നശിപ്പിച്ചാലും CPM നശിപ്പിച്ചാലും കോൺഗ്രസ് നശിപ്പിച്ചാലും BJP നശിപ്പിച്ചാലും ആര് നശിപ്പിച്ചാലും അത് തെറ്റാണെന്നും ആ വിനാശത്തിന് കാരണമായ ആളുകൾ, ഹർത്താൽ ആഹ്വാനം ചെയ്ത ആളുകൾ അതിന് നഷ്ടം കൊടുക്കേണ്ടതാണെന്നുമുള്ള ആ നീതി നടപ്പാകണം എല്ലാവരുടെ വിഷയത്തിൽ. അതാണ് പ്രശ്നം. കുറച്ചാളുകൾക്ക് മാത്രം ഇത് ബാധകമാവുക, അവരെ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അവർക്ക് ചുമത്തിക്കോട്ടെ എന്ന് പറയുക, എൻ്റെ പാർട്ടി ആവുമ്പോൾ അത് വേണ്ട എന്ന് പറയുക, അത് ശരിയല്ല. മാതൃകാപരമായി നിയമസഭ തകർത്ത കേസിലെ പണം കെട്ടല്ലായിരുന്നു CPM ചെയ്യേണ്ടിയിരുന്നത്, LDF ചെയ്യേണ്ടിയിരുന്നത്. ഞങ്ങളിതാ തെറ്റാണ് ചെയ്തതെന്ന് പറയാൻ ഇപ്പോഴും അവിടെ തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ല. ഇപ്പോഴും അത് കേസ് നടത്തിക്കൊണ്ടിരിക്കുക. സർക്കാർ, നാട്ടുകാരുടെ ചെലവിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുക. കാരണം അവിടെ പ്രോസിക്യൂഷനും പ്രതി ഒന്നാ. പ്രോസിക്യൂഷൻ സ്റ്റേറ്റ്, പ്രതി സ്റ്റേറ്റിലെ ബന്ധപ്പെട്ട ആളുകൾ. അതുകൊണ്ട് ആ കേസ് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. അത് പാടില്ല. എല്ലാവർക്കും ആര് ചെയ്താലും ഹർത്താൽ ആഹ്വാനം ചെയ്ത ആളുകൾ ആ ഹർത്താലിനുണ്ടാവുന്ന നഷ്ടം, പൊതുമുതലിനുണ്ടാവുന്ന നഷ്ടം നികത്താൻ തയ്യാറാണെങ്കിൽ, സ്വകാര്യ വ്യക്തികൾ നഷ്ടം ഉണ്ടെങ്കിൽ അതും നികത്തി കൊടുക്കും. ഈ നിയമം വളരെ മാതൃകാപരമായി വ്യത്യാസങ്ങളില്ലാതെ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ നടപ്പാക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ഒരാഗ്രഹം. അത് കോടതികൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. നിരവധി കേസുകളിൽ കോടതി ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് വഴിയിൽ തോരണം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട്, ഫ്ലക്സ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അതിലൊക്കെ ഈ നടപടി ഉണ്ടാവുകയാണെങ്കിൽ നല്ലത്. ഉണ്ടാവുന്നില്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കാൻ അവർക്ക് അവസരം കിട്ടും. അത് കൊടുക്കാൻ പാടില്ല. കാരണം ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. അങ്ങനെയാണെങ്കിൽ ആര് തെറ്റ് ചെയ്താലും നിയമത്തിലുള്ള ശിക്ഷ അതുപോലെ തന്നെ ലഭിക്കണം. അങ്ങനെ ഹർത്താൽ, ഈ ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഹർത്താലുകൾ ഇല്ലാതാവട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതിഷേധം പറയാം. പൊതുമുതൽ നശിപ്പിക്കാതെ പ്രകടനം നടത്തിക്കൊണ്ടാവാം, പ്രസ്താവന നടത്തിക്കൊണ്ടാവാം, പത്രസമ്മേളനം നടത്തിക്കൊണ്ടാവാം, എന്ത് വേണമെങ്കിലാവാം. പക്ഷെ പൊതുമുതൽ നശിപ്പിക്കുകയും മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിൽ ചെയ്താൽ അതിന് പിഴ അടയ്ക്കേണ്ടി വരും എന്ന നിലപാട് തന്നെയാണ് ശരി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെ രാഷ്ട്രീയമായി അതിൻ്റെ ഗുണം കിട്ടുന്ന ആളുകൾ അതിൻ്റെ പിഴ അടയ്ക്കാൻ തയ്യാറാവണം. അങ്ങനെയല്ലേ? എനിക്കൊരു ഗുണം കിട്ടിയാൽ ഞാനതിൻ്റെ കുറ്റമായിട്ട് എടുക്കണം. അതിൻ്റെ ഗുണം മാത്രം എനിക്ക് കിട്ടിയാൽ പോരല്ലോ. അത് ഒരു പൊതു നയമായി, നിയമമായി നടപ്പാക്കപ്പെടണം എന്ന് കരുതും.